ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വെർബീന പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല വെയിലും അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ഇതിനൊരു 6 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടത് വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടോ, ഇതുപോലെ ബുഷിയായിട്ട് നിറയെ പൂക്കളാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു 6 കളറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെയിലും ചെയ്യുന്നുണ്ട്. അപ്പം വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ DTDC കൊറിയർ വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കെയർ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒരു കുഞ്ഞ് കട്ടിങ്സ് നട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് ബുഷിയായിട്ട്, നല്ല വെയിൽ വേണം, പെട്ടെന്ന് ബുഷിയായിട്ട് വന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഫ്ലവർ ഇട്ട് നിൽക്കും. ഫ്ലവർ ഇട്ടാൽ തന്നെ കുറച്ച് നാളിങ്ങനെ പൂവിട്ട് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ നിൽക്കും. വിരിയാൻ ഒരുപാട് മുട്ടുകൾ അതിൻ്റെ ആ ഒരു ഇതിനകത്ത് കാണും. അപ്പോൾ അത് വിരിഞ്ഞ് കുറേ ലോങ് ടൈം ഇങ്ങനെ നിന്നിട്ട് മാത്രമാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്യുമ്പം വീണ്ടും ബുഷിയായിട്ട് വന്നിട്ട് വീണ്ടും നിറയെ ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നമുക്ക് എപ്പോഴും പൂക്കൾ കാണാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഏത് സമയത്ത് നമ്മൾ നട്ടു കൊടുത്താലും പെട്ടെന്ന് തന്നെ ഇതുപോലെ വന്നിട്ട് ഫ്ലവർ ഇടും. പക്ഷേ ഷെയ്ഡിലെങ്ങും കൊണ്ടുവച്ചാൽ ഫ്ലവർ ഇടത്തില്ല കേട്ടോ. ആ ഒരു രീതിയിൽ അങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. വളരാനും കുറച്ച് താമസമായിരിക്കും. അപ്പോൾ നല്ല വെയിലത്ത് കൊണ്ടുവച്ച് കൊടുത്താൽ ഇതുപോലെ നിറച്ച് പൂവിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാണ്. ഫുള്ളൊരു 6 മണിക്കൂറെങ്കിലും സൺലൈറ്റ് ഇതിന് എന്തായാലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം ഒരു 5-5:30 മണി വരെയുള്ള വെയിൽ ഇവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ നനച്ചു കൊടുക്കുന്നത് രാവിലെ മാത്രമാണ് കേട്ടോ നനച്ചു കൊടുക്കുന്നത്, ഇപ്പോഴത്തെ ചൂട് വെച്ചിട്ട്. പിന്നെ അഥവാ ഒരു വാട്ടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വൈകുന്നേരത്തോടെ ഒന്ന് നനച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഓർഡർ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജിഫിയിലാക്കി വെച്ചിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ പോട്ടിലാക്കിയിട്ടും നമ്മൾ ചകിരിച്ചോറും അതൊക്കെ ഇട്ട് നട്ട് പിടിപ്പിച്ചിട്ട് അതും അയക്കുന്നുണ്ട്. അപ്പം വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് മെസ്സേജ് അയക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എൻ്റെ കയ്യിലൊരു 6 കളറുണ്ട് കേട്ടോ. റെഡ് ഉണ്ട്, അതുപോലെ ഈ ഡബിൾ കളർ വരുന്നതുണ്ട്, അതുപോലെ ഒരു പിങ്ക് കളറുണ്ട്, ബ്ലൂ ഉണ്ട്, ഒരു ബേബി പിങ്ക് കളറുണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരു 6 കളറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനിത് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണും ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് നട്ടെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പൈപ്പിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താലും ഇതുപോലെ ഹാങ് ആയിട്ട് വന്നിട്ട് നിറയെ പൂക്കളിടും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും എപ്പോഴും കാണാനും. അപ്പോൾ നമുക്ക് പല രീതിയിൽ ഈ പ്ലാന്റ് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ നമുക്ക് മതിലിന് മുകളിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ബുഷിയായിട്ട് ഇതുപോലെ പൂക്കളുണ്ടായി, നിറയെ പൂക്കളുണ്ടായിട്ട് ഇതുപോലെ നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, നല്ല റെഡൊക്കെ നല്ല എടുത്ത് ഇതുപോലെ നല്ല കാണിക്കുക കേട്ടോ. നല്ല ഭംഗിയാണ്. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുന്നൊരു ഫീലാണ് കേട്ടോ. നല്ല പൂക്കളൊക്കെ നിറഞ്ഞിതുപോലെ നിൽക്കുന്നതാണ്, നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഒരു പ്ലാന്റെങ്കിലും കയ്യിലുള്ളവർക്ക് അതിൻ്റെ ആ ഒരു പൂവിൻ്റെ ഭംഗിയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റൊക്കെ ഉള്ളവരാണ് കേട്ടോ കൂടുതലും വന്നിട്ട് വേറെ കളേഴ്സ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ പ്ലാന്റ് നിൽക്കുന്നത് ഇതുപോലെ താഴേക്ക് ഹാങ്ങി പോലെ വളർന്നിട്ട് അതിൽ നിറയെ പൂക്കളായിരിക്കും. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ബുഷിയായിട്ട് അതുപോലെ തന്നെ മേളിലേക്കും വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല മനോഹരമായിട്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ് കേട്ടോ വെർബീന പ്ലാന്റ്. അപ്പം ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ഭംഗി നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ ഇതിന് വേണ്ടത് നല്ല സൂര്യപ്രകാശമാണ്. അതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചച്ചാണകം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഒരു 15 ദിവസം കൂടുമ്പോൾ. പിന്നെ അതല്ല പോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഉണക്ക ചാണകപ്പൊടിയും മണ്ണും മണലും ഇട്ടിട്ടാണ് കേട്ടോ പോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴും പ്ലാന്റ് അത്യാവശ്യം നല്ല ഇതായിട്ട് വളരും. നമ്മൾ കുഞ്ഞൊരു കട്ടിങ്സ് ആണെങ്കിൽ തന്നെ 2 ദിവസം ഒന്ന് ഷെയ്ഡി വെച്ചിട്ട് 3-ാമത്തെ ദിവസം എടുത്ത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് വളരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇപ്പം നമ്മളൊരു സെപ്റ്റംബറിലൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൂത്ത് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ 2 മാസമൊക്കെ ആകുമ്പോൾ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റായി മാറി നല്ല ബുഷിയായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഗ്രോ ബാഗിലാണ് കേട്ടോ നട്ടത്. അപ്പോൾ ഗ്രോ ബാഗിൽ നട്ടപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.